തമിഴ് സിനിമയുടെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ മുഖമാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്നതിൽ ഒരു സംശയവും വേണ്ട. ശിവാജി റാവു ഗെയ്ക്വാദ് എന്ന രജനീകാന്ത് ബെസ്റ്റ് കണ്ടക്ടറിൽ നിന്ന് സിനിമാ ലോകത്തെ സൂപ്പർ താരമായി വളർന്നത് ഒരു സിനിമാ കഥ പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറായ രജനീകാന്ത് തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലായി 170-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയൻ എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിനു ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന ചിത്രത്തിലാണ് അഭിനയിക്കാനിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അടുത്തിടെ പ്രശസ്ത ബോളിവുഡ് നിർമ്മാതാവായ സാജിദ് നദിയാദ്വാല ചെന്നൈക്ക് വന്ന് രജനീകാന്തിനെ നേരിൽ കണ്ടിരിക്കുന്നത്. ഈ ഫോട്ടോ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. സാജിദ് നദിയാദ്വാല രജനീകാന്തിനെ കണ്ടത് രജനീകാന്തിന്റെ ബയോപിക് നിർമ്മിക്കാനുള്ള ചർച്ചകൾ നടത്താനായിരുന്നു എന്നും അതിന് രജനീകാന്ത് സമ്മതിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കോളിവുഡിൽ നിന്നും പുറത്തു വരുന്നത്. റെക്കോർഡ് തുകയാണ് ഈ ബയോപിക്കിന്റെ അവകാശം സ്വന്തമാക്കാൻ സാജിദ് നൽകിയത് എന്നും റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത് ചരിത്രമാകും. അടുത്ത വർഷം സിനിമ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടിയുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ സൽമാൻ ഖാൻ നായകനായി എത്തുന്ന AR മുരുകദോസ് ചിത്രം സിക്കന്ദറിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ് സാജിദ് നദിയാദ്വാല. അതിനുശേഷമായിരിക്കും രജനി ചിത്രത്തിലേക്ക് കടക്കുക. അതേസമയം DJ ജ്ഞാനവേലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന വേട്ടയൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് രജനി ഇപ്പോൾ. വേട്ടയന്റെ ചിത്രീകരണം 100 ദിവസം പിന്നിട്ടിരിക്കുന്നുവെന്ന വിവരം ഈ അടുത്ത ദിവസം പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് വേട്ടയന്റെ ചിത്രീകരണം ആരംഭിച്ചത്. ചിത്രത്തിൽ പോലീസ് വേഷത്തിലാണ് രജനീകാന്ത് എത്തുക എന്നാണ് പുറത്തു വരുന്ന വിവരം. അമിതാഭ് ബച്ചൻ, റാണ ഭഗവതി, ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ, തുഷാര വിജയൻ തുടങ്ങിയ താരങ്ങളും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. അനിരുദ്ധ് രവിചന്ദറാണ് ചിത്രത്തിലെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. വേട്ടയൻ ഓഗസ്റ്റിലാണ് തിയേറ്ററുകളിൽ എത്തുക എന്നാണ് റിപ്പോർട്ട്. ഹൈദരാബാദിലും ആന്ധ്രാപ്രദേശിലെ കടപ്പയിലുമാണ് വേട്ടയന്റെ അവസാനഘട്ട ചിത്രീകരണം നടന്നത്. ആന്ധ്ര ലൊക്കേഷനിലെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. രജനീകാന്ത് നായകനാവുന്ന 170ാമത്തെ ചിത്രമാണ് വേട്ടയൻ. ലൈക്ക പ്രൊഡക്ഷന്റെ ബാനറിൽ സുഭാസ്കരനാണ് ചിത്രം നിർമ്മിക്കുന്നത്.